സോ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ഡെഫിനിഷൻസാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷനെ കുറിച്ചാണ്. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഒരു ആവറേജിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ആവറേജിൻ്റെ വേറൊരു പേരിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റാൻഡം വേരിയബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അല്ലെങ്കിൽ PMF ആയിട്ട് f(x) ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വെച്ചിട്ടാണ്. വേർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -∞ to ∞ x f(x) dx. അത് കണ്ടിന്യൂസ് കേസാണ്. ഡിസ്ക്രീറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ അത് സമ്മേഷനായിട്ട് മാറും. പ്രൊവൈഡഡ് ദാറ്റ് റൈറ്റ് ഹാൻഡ് ഇൻറ്റഗ്രൽ ഓർ സീരീസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അതായത് ഇതിൻ്റെയൊക്കെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി, രണ്ട് റാൻഡം വേരിയബിൾ എക്സും വൈയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എടുത്ത് എക്സ്പെക്റ്റേഷൻ എടുത്താൽ എന്ത് വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരിക്കും. അതല്ല നമ്മളൊരു n റാൻഡം വേരിയബിൾസ് x1, x2, x3 എക്സെട്ര xn വരെയുള്ള n റാൻഡം വേരിയബിൾസിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 പ്ലസ് എക്സെട്ര എക്സ്പെക്റ്റേഷൻ ഓഫ് xn ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് റാൻഡം വേരിയബിൾസ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടി ഒരു ലീനിയർ ആയിട്ടുള്ള നമ്മളൊരു വാല്യൂ ആണ് എടുക്കുന്നത്. അതായത് എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് മുന്നേ നമ്മളതിൻ്റെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കും. കാരണം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ വരുന്നത് a ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ആയിരിക്കും. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് നമ്മുടെ ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ ഐ ഫ്രം 1 to n ai(xi) എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഫ്രം 1 to n ai ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് xi ആയിരിക്കും. ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഏഴാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരിക്കും. എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫങ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. അതായത് നമ്മളിവിടെ ഒരു ഫങ്ഷനെ കൺസിഡർ ചെയ്യുവാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്. ആ എക്സിനെ എക്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫങ്ഷനാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ എക്സിൻ്റെ PDF ആണ് f(x). എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനാണ് ക്യാപിറ്റൽ F(x) എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് -∞ to ∞ ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ക്യാപിറ്റൽ F(x) ആയിരിക്കും. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫങ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് പ്രോപ്പർട്ടീസാണ് പറയാനുള്ളത്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു സൈ ഓഫ് എക്സ് ആണ്. ഇത് സൈ ഓഫ് എക്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് ജി ഓഫ് എക്സ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് സൈ ഓഫ് എക്സ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എക്സ്പെക്റ്റേഷൻ ഓഫ് സൈ ഓഫ് എക്സ് പ്ലസ് എ ആണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് സൈ ഓഫ് എക്സ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പ്ലസ് എ വരുന്നത്. എഴുതിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണേ.
രണ്ടുമാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോവേരിയൻസ് ആണ്. കോവേരിയൻസ് നമുക്കറിയാം, രണ്ട് റാൻഡം വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവ എത്രത്തോളം റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. കോവേരിയൻസ് കൊണ്ട് നമുക്കറിയാവുന്നത് അത് എത്രമാത്രം റിലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ എത്രമാത്രം റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് കോവേരിയൻസ് കൊണ്ട് പറയാൻ പറ്റുള്ളൂ. സോ കോവേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ. ഇനി ഇതിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റുകളൊക്കെ കൊണ്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് എക്സ്പെക്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്. സപ്പോസ് ഇനി നമ്മുടെ കയ്യിലുള്ള റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എക്സ്പെക്ടേഷൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. അത് നമ്മൾ ഇവിടെ കോവേരിയൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോവേരിയൻസിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും. സോ ഇതിൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്, രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള കോവേരിയൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്തത് കോവേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. കുറച്ച് ഡെറിവേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ക്ലാസ്സിൽ വെച്ചിട്ട് ചെയ്യാം. സോ ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്യുവാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോവേരിയൻസ് റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്, അത് എത്രത്തോളം ഉള്ളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. കോറിലേഷൻ കോഎഫിഷ്യൻറ്റും സെയിം പർപ്പസ് തന്നെയാണ്. രണ്ട് റാൻഡം വേരിയബിൾസ് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷേ അത് പോസിറ്റീവ് ഡിപ്പെൻഡൻസ് ആണോ നെഗറ്റീവ് ഡിപ്പെൻഡൻസ് ആണോ എന്നിവിടെ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് പറയാൻ സാധിക്കും. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് റോ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടാണ്. റോ എക്സ് വൈ ഇസ് ഈക്വൽ ടു covariance of x comma y divided by standard deviation of x into standard deviation of y വെച്ചിട്ടാണ്. ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യൻസ്. അടുത്തത് കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റിയാണ്. അതായത് രണ്ട് റാൻഡം വേരിയബിൾസും എക്സും വൈയും ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ പ്രോബബിലിറ്റി തിയറിയിൽ പഠിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പ്രൂഫ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അടുത്തത് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ആൻഡ് കണ്ടീഷണൽ വേരിയൻസ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. സോ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, പക്ഷേ നമുക്കൊരു ഗിവൺ കണ്ടീഷനുണ്ട്, വൈ ഈക്വൽ ടു സ്മോൾ വൈ ഐ ആണ്. അതായത് വൈൻ്റെ വാല്യൂ നമുക്ക് അറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നാണ് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ വെച്ച് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ് കണ്ടീഷണൽ വേരിയൻസ്. അതായത് വൈയുടെ വാല്യൂ അറിയാവുന്ന സമയത്ത് എങ്ങനെയാണ് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് കേസിലും ഡിസ്ക്രീറ്റ് കേസിലും പറയുന്നുണ്ട്. കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷൻ വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു തിയറമാണ്. തിയറം നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഹാൻഡിൽ ചെയ്യാം. അടുത്തത് വരുന്നത് ജനറേറ്റിംഗ് ഫങ്ഷൻസ് ആണ്. പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫങ്ഷൻസ് ഉണ്ട്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.